ആർട്ട് ഓഫ് ഹാർമണി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് പറയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മെക്കുറിച്ചും മറ്റുള്ളവർ നല്ലത് പറഞ്ഞു കേൾക്കാൻ നമ്മളും ആഗ്രഹിക്കുന്നു. വളരെ നല്ല കാര്യമാണ്. മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് പറയണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. ചിലപ്പോഴൊക്കെ ആഗ്രഹിക്കുന്നുവെങ്കിലും മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് പറയാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് പറയാൻ സാധിക്കാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പലപ്പോഴും ഞാൻ മറ്റുള്ളവരെക്കുറിച്ച് അവരുടെ കുറവുകളെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നത്? നമുക്ക് അല്പനേരം ഒന്ന് ചിന്തിക്കാം, ധ്യാനിക്കാം. സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നീ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരെയും സ്നേഹിക്കുക. പലപ്പോഴും നമ്മൾ ഇത് വിസ്മരിക്കാറുണ്ട്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു, ധാരാളം പ്രയത്നിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നാൽ പ്രായോഗിക തലത്തിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് സ്നേഹബന്ധത്തിൽ, വാക്കുകളിൽ അകൽച്ച ഉളവാക്കുന്ന രീതിയിൽ മറ്റുള്ളവരുടെ നന്മകളെ പരിഗണിക്കാതെ മറ്റുള്ളവരുടെ കുറവുകൾ, പോരായ്മകൾ പലപ്പോഴും സംസാരിച്ചു പോകുന്നു. നമ്മൾ ഓരോരുത്തരും നമ്മിലുള്ള നന്മകളെക്കുറിച്ച് ബോധവാന്മാരും ബോധവതികളുമാണ്. നമുക്ക് ഓരോരുത്തർക്കും ധാരാളം നന്മകളുണ്ട്. നമ്മളെക്കുറിച്ച്, എനിക്ക് എന്നെക്കുറിച്ചുള്ള നന്മകളെക്കുറിച്ചുള്ള തിരിച്ചറിവുള്ളപ്പോഴേ എനിക്ക് മറ്റുള്ള ഒരാളിലെ നന്മ കാണാനും ആ നന്മയെ പ്രോത്സാഹിപ്പിക്കാനും നന്മയെ അംഗീകരിക്കാനും സാധിക്കുകയുള്ളൂ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ കൂടുതലായിട്ട് എൻ്റെ കുറവുകൾ, പോരായ്മകളെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നതെങ്കിൽ എനിക്ക് മറ്റുള്ളവരിലെയും കുറവുകളും പോരായ്മകളും മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മളൊരു വലിയ കെട്ടിടം പണിയുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ആയിരിക്കണമല്ലോ. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനം എനിക്ക് എന്നോട് തന്നെ മതിപ്പുള്ളവളാകണം. അതാണ് സുവിശേഷത്തിൽ നമ്മൾ ഈശോയുടെ വാക്കുകളിൽ കേൾക്കുന്നത്, നീ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. എനിക്ക് എന്നെക്കുറിച്ച് ആത്മാഭിമാനം ഉണ്ടാവണം, എനിക്ക് എന്നെക്കുറിച്ച് മതിപ്പുണ്ടാവണം. ഞാൻ എൻ്റെ നൽകപ്പെട്ട അവസ്ഥകളെ സ്വീകരിക്കണം, അംഗീകരിക്കണം. അപ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് മതിപ്പുണ്ടാവും, എനിക്ക് എന്നെക്കുറിച്ച് അഭിമാനമുണ്ടാവും. തീർച്ചയായും മറ്റുള്ളവരെയും നമ്മൾ അഭിമാനത്തോടെ കാണും, മറ്റുള്ളവരിലെ നന്മകളും നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ നമുക്ക് മറ്റുള്ളവരിലെ നന്മകളെ വളർത്തുവാൻ സാധിക്കും. ഒരു പേപ്പറിൽ നമ്മൾ എടുത്ത് എഴുതുക, നിന്നിലുള്ള നന്മകൾ എന്തോരമുണ്ട്, അല്ലെങ്കിൽ നിൻ്റെ സ്ട്രെങ്ത് എന്താണ്, അല്ലെങ്കിൽ എൻ്റെ പോരായ്മകൾ എന്താണ്, എൻ്റെ പരാതികൾ എന്താണ്. കൂടുതലും നമ്മളിൽ പലരും എഴുതാൻ സാധ്യതയുള്ളത് കൂടുതലും നമ്മുടെ പരാതികളും നമ്മുടെ പോരായ്മകളുമാണ്. നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നമ്മെക്കുറിച്ച് ആത്മാഭിമാനം ഉണ്ടാവുകയുള്ളൂ. അത്തരത്തിൽ നമ്മുടെ ശക്തികളെ, കഴിവുകളെ വളർത്തുക, അതിൽ സന്തോഷിക്കുക, അതിൽ അഭിമാനിക്കുക. അപ്പോൾ എനിക്ക് എന്നോട് തന്നെ അംഗീകാരമുണ്ടാകും, എനിക്ക് എന്നോട് തന്നെ അഭിമാനമുണ്ടാവും. ഇതുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരെ ബഹുമാനത്തോടെ സംസാരിക്കാനും മറ്റുള്ളവരെ വളർത്തുവാനും സാധിക്കുകയുള്ളൂ. നമ്മുടെ സംഭാഷണങ്ങളിൽ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ, മറ്റുള്ളവരിലെ നന്മ കാണാൻ ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾ മലയാളികൾ പലപ്പോഴും മറ്റുള്ളവരിലെ നന്മ കാണാൻ, അല്ലെങ്കിൽ നന്മയെ സംസാരിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നന്ദി, താങ്ക് യു എന്ന് പറയുന്നതിലൊക്കെ നമ്മൾ ഒത്തിരിയേറെ വളരാനുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മിലുള്ള നന്മകളെ വളർത്തുക. അപ്പോൾ തീർച്ചയായും മറ്റുള്ളവരിലെ നന്മകളെ വളർത്താൻ സാധിക്കും. എന്നിലുള്ള നന്മകളെ ഞാൻ തിരിച്ചറിയുക, എന്നിലുള്ള നന്മകളെ വളർത്താൻ ഞാൻ ശ്രദ്ധിക്കുക. ഒരു മുറിയിൽ, ഇരുട്ടായ ഒരു മുറിയിൽ ഒരു മെഴുകുതിരി കത്തിച്ചാൽ കുറേയേറെ ഇരുട്ട് മാറിക്കിട്ടും. കൂടുതൽ മെഴുകുതിരികൾ കത്തിക്കുമ്പോൾ ആ മുറിയിൽ നിന്നും ഇരുട്ട് അപ്രത്യക്ഷമാവുകയും പ്രകാശം അവിടെ ഉണ്ടാകുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഓരോരുത്തരും നമ്മുടെ നന്മകളെ വളർത്തുക. അപ്പോൾ നമ്മുടെ കുറവുകൾ താനേ കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ നന്മകളെ വളർത്തുമ്പോൾ നമുക്ക് മറ്റുള്ളവരിലെ നന്മകൾ കാണാൻ സാധിക്കും. ഭാരതത്തിൻ്റെ സംഭാവനയായ രവീന്ദ്രനാഥ ടാഗോർ തൻ്റെ കുട്ടിക്കാലത്ത് കൂട്ടുകാരുമായി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ യാദൃശ്ചികമായി തൻ്റെ കൂട്ടുകാരിൽ നിന്നും കണ്ണട വാങ്ങി ധരിച്ചു. അപ്പോഴാണ് ടാഗോറിന് മനസ്സിലായത്, താൻ കളിക്കുന്ന പന്തും തൻ്റെ ചുറ്റുപാടുമുള്ള സുഹൃത്തുക്കളും ചുറ്റുമുള്ള പ്രകൃതിയുമൊക്കെ എത്രയോ മനോഹരമായിരുന്നു.
അന്ന് വരെ ടാഗോറിൻ്റെ കണ്ണിനൊരു ചെറിയ കാഴ്ചയ്ക്ക് തകരാറുണ്ടെന്ന് ടാഗോറിന് മനസ്സിലായിരുന്നില്ല. ഇത് ടാഗോർ എഴുതി വെച്ചത് ആത്മീയമായി വളരാൻ അന്വേഷിക്കുന്നവരെ ഉദ്ദേശിച്ചാണ്. നമ്മുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുമ്പോൾ നമ്മൾ വളരുന്നു, മറ്റുള്ളവരെ നമുക്ക് വളർത്താൻ സാധിക്കുന്നു. അത്തരത്തിൽ എല്ലാവർക്കും ജീവിതത്തിൽ ഊഷ്മളമായ ബന്ധമുണ്ടാവട്ടെ, ഹാർമണി ഉണ്ടാകട്ടെ, നമ്മോട് തന്നെ രമ്യതയുണ്ടാകട്ടെ. നമ്മോട് തന്നെ രമ്യതയുണ്ടാകുമ്പോൾ നമുക്ക് ദൈവത്തോട് രമ്യതയുണ്ടാകാൻ സാധിക്കും, മറ്റുള്ളവരോട് രമ്യതയുണ്ടാകാൻ സാധിക്കും, പ്രപഞ്ചത്തോട് തന്നെ രമ്യതയുണ്ടാകാൻ സാധിക്കും. ഞാൻ എന്നെ അംഗീകരിക്കുക, എൻ്റെ നൽകപ്പെട്ട അവസ്ഥകളെ അംഗീകരിക്കുക. എൻ്റെ നിറം, എൻ്റെ ശബ്ദം, എൻ്റെ പൊക്കം, ഞാൻ പിറന്നു വീണ കുടുംബ പശ്ചാത്തലം എല്ലാം ഞാൻ അംഗീകരിക്കും. എൻ്റെ കഴിഞ്ഞ കാലങ്ങളെ ഞാൻ അംഗീകരിക്കും. വേദനയുടേതായ കഴിഞ്ഞ കാലങ്ങൾ ഉണ്ടാകാം. ഇവയെ ഞാൻ അംഗീകരിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ആത്മാഭിമാനമുണ്ടാകും. എൻ്റെ ജീവിതത്തിൽ തിരുത്താൻ സാധിക്കാവുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. തിരുത്താൻ സാധിക്കാവുന്നവയെ നിരന്തരമായ പരിശ്രമത്തിലൂടെ തിരുത്താൻ എനിക്ക് സാധിക്കണം. അതുവഴി നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി നന്മയിൽ നമുക്ക് വളരാൻ സാധിക്കും. മറ്റുള്ളവരെ വളർത്താൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വേർതിരിച്ചറിയേണ്ടത് സെൽഫ് ലവും സെൽഫിഷ് ലവും. സെൽഫിഷ് ലവ് എന്ന് പറയുന്നത് നമ്മുടേതായ കാര്യം മാത്രം ചിന്തിക്കുകയും മറ്റുള്ളവരെ അവഗണിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ നമ്മൾ പെരുമാറുന്നതാണ്. എന്നാൽ സെൽഫ് ലവ്, നീ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. എനിക്ക് എന്നോട് ആത്മാഭിമാനം ഉണ്ടാവണം, എനിക്ക് എന്നെക്കുറിച്ച് മതിപ്പുണ്ടാവണം, എൻ്റെ സെൽഫ് ടോക്ക് പോസിറ്റീവായിരിക്കണം. അത്തരത്തിൽ നന്മകളുടെ ഒരു പൂക്കാലം ആശംസിക്കുന്നു. എല്ലാവർക്കും സൗഭാഗ്യവും നന്മയും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.